ടെക്സ്റ്റൈൽസ് രംഗത്ത് ഫാഷന്റെ പുത്തൻ തരംഗം സൃഷ്ടിച്ച ഇമാനുവൽ സിൽക്സിന്റെ നവീകരിച്ച ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള ലൈഫ് നറുക്കെടുപ്പിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം നടത്തി. ലൈഫ് നറുക്കെടുപ്പിലെ ഒന്നാം സമ്മാനമായ 1 ലക്ഷം രൂപ പനയാൾ സ്വദേശി രഞ്ജിത്തിനാണ് ലഭിച്ചത്. കൂടാതെ 10,000 രൂപയുടെ വീതം ഗിഫ്റ്റ് വൗച്ചർ 10 പേർക്ക് ലഭിച്ചു. ടെക്സ്റ്റൈൽ രംഗത്ത് ഫാഷന്റെ പുത്തൻ തരംഗം സൃഷ്ടിച്ച ഇമ്മാനുവൽ സിൽക്സിന്റെ നവീകരണ ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള ലൈവ് നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാന വിതരണം നടത്തി. ലൈവ് നറുക്കെടുപ്പിലെ ഒന്നാം സമ്മാനമായ 1 ലക്ഷം രൂപ പനയാൽ സ്വദേശി രഞ്ജിത്തിനാണ് ലഭിച്ചത്. കൂടാതെ 10,000 രൂപയുടെ വീതം ഗിഫ്റ്റ് വൗച്ചർ 10 പേർക്ക് ലഭിച്ചു. അബ്ദുൾ അസീസ് പടന്നക്കാട്, കമലാക്ഷി പാക്കം, ഫാത്തിമ കാഞ്ഞങ്ങാട് കടപ്പുറം, അഷ്റഫ് കാഞ്ഞങ്ങാട്, ബഷീർ താഹിറ കൂളിയംകാൽ, മുഹമ്മദ് കാഞ്ഞങ്ങാട്, ഐഷത്ത മർബ, ജയശ്രീ ചെറുവത്തൂർ, വത്സല PV കിഴക്കുങ്കര എന്നിവർക്കാണ് സമ്മാനങ്ങൾ ലഭിച്ചത്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഉത്സവം വ്രതശുദ്ധിയുടെ പുണ്യദിനങ്ങളിൽ മിഴിവേകുന്ന വസ്ത്രവിസ്മയങ്ങൾ ചെറിയ പെരുന്നാളിന്റെ വലിയ ആഘോഷങ്ങൾക്ക് പകിട്ടേകുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്ന ഏറ്റവും വലിയ ഫെസ്റ്റിവൽ കളക്ഷനാണ് പെരുന്നാൾ സീസണിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നൂർ വസ്ത്ര റംസാൻ കളക്ഷൻസ്. ഷോറൂമിൽ നടന്ന സമ്മാന വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനവും സമ്മാന വിതരണവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ നിർവഹിച്ചു. മുമ്പൊക്കെ വലിയ വലിയ ഷോറൂമുകളിൽ പോകുന്ന കോഴിക്കോടോ അല്ലെങ്കിൽ കണ്ണൂരോ എറണാകുളത്തോ മംഗലാപുരത്തൊക്കെ ആണ് നമ്മൾ കാര്യമായൊരു കല്യാണം ഉൾപ്പെടെയുള്ള പരിപാടിക്ക് പർച്ചേസിങ് പോകും. എന്നാൽ ഇതൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിച്ച ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. നമ്മൾ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഷോറൂമുകൾ നമ്മുടെ നാട്ടിൽ വരണം. ചടങ്ങിൽ ഇമ്മാനുവൽ സിൽക്സ് CEO TO ബൈജു, CP ഫൈസൽ, TP സക്കറിയ, PRO മൂത്തൽ നാരായണൻ, ഷോറൂം മാനേജർ സന്തോഷ് T എന്നിവർ പങ്കെടുത്തു. 14-ാം തീയതി നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന ലൈവ് നറുക്കെടുപ്പിൽ സമ്മാനാർഹരായവർക്കുള്ള സമ്മാന വിതരണമാണ് നടക്കുന്നത്. ഇമ്മാനുവൽ സിൽക്സ് പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടും വ്യക്തതയോടും സുതാര്യതയോടും കൂടി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അതിൻ്റെ പരിപാടിയാണ് അന്ന് നറുക്കെടുത്തു വിജയികളെ കണ്ടെത്തി വിജയികൾക്ക് സമ്മാനങ്ങൾ ഇന്ന് വിതരണം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.